കണ്ണൂർ മാലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പുലി കുടുങ്ങി. KPR നഗർ സ്വദേശി രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് പുലി കെണിയിൽ കുടുങ്ങിയത്. വെറ്റിനറി സർജൻ എത്തിച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കണ്ണൂർ മാലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പുലി കുടുങ്ങിയിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ പുറത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. KPR നഗർ സ്വദേശി രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് പുലി കെണിയിൽ കുടുങ്ങിയത് എന്നുള്ളതാണ്. വെറ്റിനറി സർജൻ എത്തിച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ജോസഫ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ജോസഫ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുലി കുടുങ്ങിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. ഈ ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു ജോസഫ്? അശ്വതി, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ പുലി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അതായത് ഈ പുലിയുടെ അരഭാഗത്ത് കമ്പി കുടുങ്ങിയിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ കൊട്ടിയൂരിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ എത്തി ഈ പുലിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അതിനുശേഷം മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കണ്ണവം ഫോറസ്റ്റിന് അടുത്തൊരു പ്രദേശമാണ് ഈ മാലൂർ. അതുകൊണ്ട് തന്നെ കണ്ണവം ഫോറസ്റ്റിൽ നിന്ന് എത്തിയതാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും നാട്ടുകാർക്കുൾപ്പെടെ ഇങ്ങോട്ടേക്ക് കർശന രീതിയിലുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എപ്പോൾ വേണമെങ്കിലും ഈ കെട്ട് പൊട്ടിച്ച് ഈ പുലി പുറത്തു കടക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടെയാണ് ഈ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. എന്തായാലും അതിനുശേഷം വെറ്റിനറി സർജൻ എത്തി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും. എന്തായാലും പൂർണ്ണ ആരോഗ്യവാനാണ് പുലി എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയേറെ ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു വരികയാണ്. ആദ്യഘട്ടത്തിൽ വെറ്റിനറി ഡോക്ടർ എത്തി ഇതിന്റെ ഒരു ആരോഗ്യസ്ഥിതി പൂർണ്ണമായും പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മയക്കുവെടി ഉൾപ്പെടെ വെക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുക. എന്തായാലും നാട്ടുകാർ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങളും ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പുലികളെ നിയന്ത്രിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. കൃത്യമായ രീതിയിൽ കൂടുകൾ സ്ഥാപിക്കാത്തതാണ് ഈ പ്രദേശങ്ങളിലേക്കെല്ലാം പുലിയുടെ വ്യാപനം ഉണ്ടാകാൻ കാരണമെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂരിന്റെ അമ്പായത്തോട് പ്രദേശങ്ങളിലെല്ലാം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. വേണ്ടത്ര നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ള ഒരു അസാരസ്യം ഇതിനോടകം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു കഴിഞ്ഞു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കും. ആദ്യഘട്ടത്തിൽ ഇതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മയക്കുവെടി വെച്ച് പിടികൂടുന്ന കാര്യത്തിലേക്ക് കടക്കുക. എന്തായാലും പൂർണ്ണ ആരോഗ്യവാനാണ് ഈ പുലി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഉൾപ്പെടെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരിക്കും ഇനി അങ്ങോട്ടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അശ്വതി.